നമുക്ക് നല്ല അടിപൊളി ഒരു ഡാൻസ് കണ്ടാലോ? ആരുടെയാണെന്നും എന്താണെന്നും ഒക്കെ നിങ്ങൾ ഡാൻസ് കണ്ടിട്ട് തീരുമാനിക്കൂ. നമ്മുടെ കലാഭവൻ ചേട്ടന്റെ പാട്ട് വെച്ചിട്ടാണ് ഡാൻസ് ചെയ്യുന്നത്. പക്ഷെ കമന്റ് ബോക്സ് ഓഫ് ചെയ്തിട്ടാണ് ഡാൻസ് ചെയ്യുന്നത്. അത് എന്താണ്? നല്ല നല്ല കമന്റുകൾ വരാതിരിക്കാൻ വേണ്ടിയിട്ടായിരിക്കും എന്ന് തോന്നുന്നുണ്ട്. എന്തായാലും നമുക്ക് അടിപൊളി ഒരു ഡാൻസ് കാണാം. സ്റ്റാർട്ട്. ഡാൻസ് എന്റെ ഡാൻസ് അല്ല, നമ്മുടെ ഈ ചേച്ചിയുടെ ഡാൻസ് എങ്ങനെയുണ്ട്? സൂപ്പർ അല്ലേ? പക്ഷെ കമന്റ് ബോക്സ് ഓഫ് ചെയ്ത് വെച്ചേക്കണം. പക്ഷെ എന്റെ കമന്റ് ബോക്സ് ഓൺ ആണ്. എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ അഭിപ്രായം കമന്റിൽ പറയൂ. എന്റെ ഡാൻസ് ആണോ നല്ലത്, നമ്മുടെ ചേച്ചിയുടെ ഡാൻസ് ആണോ നല്ലതെന്ന് കമന്റ് ബോക്സിൽ പറയൂ. ചേച്ചിയുടെ ഡാൻസ് തന്നെയായിരിക്കും. ഡാൻസ് മാത്രമല്ല ഗൈസ്, പാട്ടും ഉണ്ട്. കേൾക്കാം. ചേച്ചി എന്തോ ഒരു പാട്ട് പാടിയാലോ? എന്നാ പാട്. ഓക്കെ, പാടിക്കോ. പാടി ചേച്ചി. സുന്ദരിയും സുന്ദരഞ്ഞാനും ചേർന്നിരുന്നാൽ തിരുവോണം, സുന്ദരനിയും സുന്ദരി ഞാനും ചേർന്നിരുന്നാൽ തിരുവോണം, കയ്യിൽ വെച്ച് കാണാൻ അറിയത്തില്ല ബാക്കി പോയി. പാട്ട് കേട്ടു. അടിപൊളിയായിട്ട് ഒരുങ്ങിയിട്ടുണ്ടല്ലേ. എന്തിന്റെ ആണോ എന്തോ, ഏതോ അഡ്വർടൈസ്മെന്റിന്റെ എന്തിന്റെ ആണെന്ന് തോന്നുന്നുണ്ട്. മിക്കവാറും ഉള്ള എല്ലാം ഒരു തരം കല്യാണ വേഷത്തിലാണ് ഇപ്പോൾ ഒരുങ്ങുന്നത്. കോസ്റ്റ്യൂം ഇട്ടിട്ട്, അതായത് കല്യാണ വേഷത്തിലുള്ള കോസ്റ്റ്യൂം ഇട്ടിട്ടുള്ള വേറൊരു പാട്ട് കൂടി കേൾക്കാം. വെയിറ്റ്. ചേച്ചി ഒരു പാട്ട് പാടാമോ? പിന്നെ പാട്ട് വൈറലല്ലേ, പാടിക്കോ. കൈ പിടിക്കും തിരുനാടകശാല ചേർന്നു നിൽക്കും, നാലാളറി കൈ പിടിക്കും തിരുനാടകശാല ചേർന്നു നിൽക്കും, തുളസി ദളമാ ബാക്കി അറിയത്തില്ല. കോസ്റ്റ്യൂമിലാണ് നല്ലല്ലേ? നേരത്തെയുള്ള കോസ്റ്റ്യൂമിനെക്കാട്ടി ഈ കോസ്റ്റ്യൂമിലാണ് നല്ലത്. എനിക്ക് തോന്നുന്നുണ്ട് ഇപ്പൊ രേണുവിന്റെ മുഖഭാവവും ഹെയറും ഒക്കെ കുറച്ചൊന്ന് ചീത്തയായിട്ടുണ്ട്. ഈ ഒരു സമയത്ത് രേണു നല്ലയായിരുന്നു. എനിക്ക് തോന്നുന്നുണ്ട് ആ ഒരു ബ്ലൂടൂത്ത് ഇഞ്ചക്ഷൻ ഒക്കെ എടുത്ത സമയത്ത് ഉള്ള ഗ്ലോയും ആ ഒരു സമയത്തുള്ള ഒരു ലുക്കും ഒക്കെയാന്ന് തോന്നുന്നുണ്ട്. ഇതിൽ നല്ല രസമുണ്ട് രേണു. പക്ഷെ ഇപ്പോ നിങ്ങൾ പറയും, ഞാൻ ഒന്നും പറയുന്നില്ലേ. പക്ഷെ ഈ ഒരു കോസ്റ്റ്യൂമിലാണ് നല്ലതല്ലേ? കല്യാണത്തിന് ഒരുങ്ങി നിൽക്കുന്നതിൽ ഈ ഒരു കോസ്റ്റ്യൂം നല്ല രസമുണ്ട് അല്ലേ? ഓക്കെ, നമുക്കിനി അടുത്തത് കാണാം. என் வீட்டு தோட்டத்தில் பூவெல்லாம் கேட்டுப்பார், என் வீட்டு ஜன்னல் கம்பி எல்லாமே கேட்டுப்பார். കുറെ റീൽസ് എടുത്തിട്ടുണ്ട് ഈ വേഷത്തില്. റീൽസ് രേണു ഒരു എന്ത് ഷൂട്ടിന് പോയാലും ആദ്യം രേണുവിന്റെ സബ്സ്ക്രിപ്ഷനിൽ ഇടാനുള്ള വീഡിയോസ് എടുക്കുക, അത് കഴിഞ്ഞിട്ട് രേണുവിന്റെ റീൽസ് ഷൂട്ട് ചെയ്യുക. ഇതാണുള്ളത്. ഇനി നമുക്ക് രേണു ഈ ഒരു രീതിയിലേക്ക് ഒരുങ്ങുന്നത് ഒന്ന് കാണാം. കൊള്ളാം അല്ലേ? സൂപ്പർ ആയിട്ടുണ്ട്. പക്ഷെ സാരി അത്ര അങ്ങോട്ട് രേണുവിന് നല്ലോണം മാച്ച് ആവുന്നില്ല എന്ന് തോന്നുന്നുണ്ട് അല്ലെ? നേരത്തെ കണ്ടില്ലേ ഒരു ബ്ലൂ സാരിയില്, അതിൽ കുറച്ചുകൂടെ രേണു നല്ല ഭംഗിയിലാണ്. ഈ ഒരുക്കുന്ന ആൾ ആരാണോ എന്തോ. ഓക്കെ, ഇനി വളരെ വൈറലായ ഒരു കാര്യം നമുക്കൊന്ന് കാണാം. ചേട്ടാ നാളത്തെ ദിവസത്തിന്റെ പ്രത്യേകത എന്താണെന്ന് അറിയുമോ? പറ. നമ്മുടെ വെഡിങ് ആനിവേഴ്സറിയാണ്. അപ്പം അഡ്വാൻസ്ഡ് ഹാപ്പി വെഡിങ് ആനിവേഴ്സറി. അപ്പൊ നമ്മുടെ വെഡിങ് ആനിവേഴ്സറി ഒക്കെ ഓർമ്മയുണ്ടോ? സുധിച്ചേട്ടൻ മരിച്ചത് ഓർമ്മയില്ല, സുധിച്ചേട്ടന്റെ വേറൊരു കാര്യങ്ങളും ഓർമ്മയില്ല. പക്ഷേ നമ്മുടെ വെഡിങ് ആനിവേഴ്സറി, സുധിച്ചേട്ടന്റെ രേണു കൂടെ എന്നാണ് വിവാഹം കഴിച്ചെന്നുള്ള വെഡിങ് ആനിവേഴ്സറി ഒക്കെ ഓർമ്മയുണ്ട്. ഇത് വളരെ വൈറലായ ഒരു വീഡിയോയാണ്. രേണുവിന്റെ നമ്മുടെ സുധിയുടെ ഫോട്ടോയും എടുത്തു വെച്ചിട്ട് രേണു പറയുന്ന ഈ കാര്യങ്ങള്. അപ്പൊ വെഡിങ് ആനിവേഴ്സറി ഓർമ്മയുണ്ട്. വേറെ കുറച്ച് കാര്യങ്ങളും കൂടെ നമുക്ക് കേൾക്കാം.
എന്നെ നിയമപരമായിട്ട് കല്യാണം കഴിച്ചതും എന്റെ കഴുത്തിൽ താലി കെട്ടിയതും ഒരേ ഒരാളെ ഉള്ളൂ, സുധിച്ചേട്ടൻ. പാസ്റ്റ് ഈസ് പാസ്റ്റ് എന്ന് പറയുന്ന പോലെ ആൾക്ക് ഞാനൊരു വാക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു. ആളെന്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്, എന്തും വന്നോട്ടെ, അത് നമ്മുടെ ലൈഫ് മാത്രം മുന്നോട്ട് കൊണ്ടുപോകാം, അതിനെപ്പറ്റി ഒന്നും കൂടുതൽ നമ്മൾ ചെയ്യേണ്ട. ആളും ആളുടെ ലൈഫിനെ പറ്റി കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ എനിക്ക് അങ്ങനെ ഒരു ആരോപണങ്ങളെയൊക്കെ എനിക്കിപ്പോ ഒന്നും അതിനെ പ്രതികരിക്കാൻ പറ്റത്തില്ല. കാരണം ഞാൻ പറയാം, എന്നെ നിയമപരമായിട്ട് കല്യാണം കഴിച്ചതും എന്റെ കഴുത്തിൽ താലി കെട്ടിയതും ഒരേ ഒരാളെ ഉള്ളൂ, സുധിച്ചേട്ടൻ. അങ്ങനൊന്നും ഇല്ലായിരുന്നു. അങ്ങനെ ഒരു ആരോപണം അല്ല ഞാൻ ചോദിക്കുന്നത്. അതായത് ഞാൻ ഒരു കാര്യം പറയട്ടെ. അതായത് നിലവിൽ അത്തരത്തിലൊരു ആരോപണം ഇങ്ങനെ എന്താ പറയാ മുകളിൽ ഇങ്ങനെ ഒരു തുറച്ചു നോക്കുന്ന പോലെ നിൽക്കുമ്പോൾ അതിന് കൃത്യമായിട്ടൊരു മറുപടി കൊടുത്ത് അതിന് എന്താ, കാരണം എന്തിനും കൃത്യമായ മറുപടി തരുന്ന ആളാണ് രേണുസുതി എന്നുള്ള ഒരു ബോധ്യം എനിക്കുണ്ട്. കാരണം കൃത്യമായിട്ട് അറിയാവുന്നതുകൊണ്ട് ഞാൻ പറഞ്ഞാണ്. ആരോപണം അല്ല ഗൈസ്, രേണു കല്യാണം കഴിച്ചിട്ടുണ്ട്. അത് ഇപ്പൊ രേണു തുറന്ന് പറയുന്നുണ്ട്. രേണുവിന്റെ രണ്ടാമത്തെ കല്യാണം ഒക്കെയാണ് എന്ന് ഇപ്പൊ രേണു തുറന്ന് പറയുന്നുണ്ട്. പക്ഷെ ഈ ഒരു സമയത്തൊന്നും രേണു പറഞ്ഞിട്ടില്ലായിരുന്നു. അതായത് രേണു സോഷ്യൽ മീഡിയയിൽ വൈറലായി തുടങ്ങിയ സമയത്തൊന്നും രേണു ഇത് സമ്മതിക്കുന്നതേ ഇല്ലായിരുന്നു, രേണു കല്യാണം കഴിച്ചു എന്ന് ഉള്ളത്. പക്ഷെ ഇപ്പോ രേണു സമ്മതിക്കുന്നു, ഞാൻ എന്റെ രണ്ടാമത്തെ കല്യാണമാണ്, മൂന്നാമത്തെ കല്യാണമാണ് എന്നൊക്കെ രേണു ഇപ്പൊ സമ്മതിക്കുന്നുണ്ട്. ആ ഒരു സമയത്തൊന്നും രേണു സമ്മതിക്കുന്നതേ ഇല്ലായിരുന്നു. എന്തിനാണ് ഇപ്പൊ ഈ ഒരു സംഗതിയൊക്കെ, അതായത് വിവാഹ വാർഷികത്തിന്റെ ഫോട്ടോ കൊണ്ടുവന്ന് നമ്മുടെ വിവാഹ വാർഷികമാണ് എന്നൊക്കെ പറഞ്ഞ് കാണിക്കുന്നു. അത് കഴിഞ്ഞിട്ട് ഞാനിപ്പോ ഈ കാണിച്ച ഈ ഒരു വീഡിയോ ഒക്കെ രേണുവിന്റെ അക്കൗണ്ടിൽ ഇപ്പോ ഇട്ട വീഡിയോകളാണ്. ആദ്യമേ ഉണ്ടായിരുന്നു, അതിനെ ഇപ്പൊ ഒന്നുകൂടെ അതായത് ചകഞ്ഞ് പറക്കി എടുത്തോണ്ട് വന്ന് ഇപ്പൊ രേണുവിന്റെ അക്കൗണ്ടിലൊക്കെ ഇട്ടിട്ടുണ്ട്. ഈ വീഡിയോകളൊക്കെ ഒരു വീഡിയോ കൂടെ കാണാൻ. താങ്കളുടെ ഇന്റർവ്യൂസ് ഒക്കെ കാണാറുണ്ട്, കണ്ടിട്ടുണ്ട്. അപ്പം അതുകൊണ്ടാണ് ഞാൻ ചോദിക്കുന്നത്, കൃത്യമായിട്ട് താങ്കൾക്ക് മറുപടി പറയാനുള്ള ഒരു അവസരമാണ്. ഇനി അങ്ങനെ ഒരു ചോദ്യം വരരുത്. കാരണം ഈ അടുത്ത് ഞാനൊരു ഇന്റർവ്യൂ കണ്ടു. താങ്കൾ എന്താ പറയാ മാരേജിന്റെ സർട്ടിഫിക്കറ്റ് വരെ എടുത്ത് കാണിച്ചുകൊണ്ട് താങ്കളുടെ അക്കൗണ്ടിന്റെ ഡീറ്റെയിൽസ് വരെ കാണിച്ചുകൊണ്ട് താങ്കൾ കൃത്യമായിട്ട് പ്രതികരിച്ച ഒരാളാണ്. അപ്പോൾ ഇത്തരത്തിൽ സ്ട്രൈറ്റ് ആയിട്ട് ഒരു ചോദ്യത്തിന് ഇങ്ങനെ ഒളിഞ്ഞും മറിഞ്ഞും ഒരു ഉത്തരം പറയാതെ കൃത്യമായിട്ട് ഉത്തരം പറയാം. കല്യാണം കഴിച്ചിട്ടില്ല. അപ്പം ഞാൻ കല്യാണം കഴിച്ചിട്ടുള്ള സുചേട്ടനെയാണ്. സുചേട്ടനെ വിവാഹം കഴിച്ചിട്ടില്ല. എനിക്കറിയില്ല, അങ്ങനെയാണ് ഞാൻ കേട്ടത്. പാസ്റ്റർ എന്നാണ് ഞാൻ കേട്ടത്. ഒരു പാസ്റ്ററിനെ ഞാൻ വിവാഹം കഴിച്ചിരുന്നോ? എനിക്കറിയില്ല. ഇല്ല, അങ്ങനെ ഒരു സംഭവം എനിക്കറിയില്ല. ഇല്ല, ഉറപ്പിച്ചു പറയാനില്ല. ഞാൻ അങ്ങനെ ഒരു സംഭവം എനിക്ക് അറിയില്ല. പാസ്റ്ററിനെ അല്ലാതെ മറ്റാരെങ്കിലും വിവാഹം കഴിച്ചിരുന്നോ? വിവാഹം കഴിക്കുകയോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ലിവിംഗ് ടുഗദർ കോൺസെപ്റ്റിലോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും രീതിയിലൊരു ബന്ധം ഉണ്ടായിട്ടുണ്ടോ? അതല്ല ഞാൻ പറഞ്ഞത്. കണ്ടില്ലേ, ഈ വീഡിയോയിൽ ഒന്നിലും രേണു സമ്മതിക്കുന്നതേ ഇല്ല രേണു ആദ്യം ഒരു കല്യാണം കഴിച്ചിരുന്നു എന്ന്. എന്തിനാണ് വീണ്ടും വീണ്ടും ഇങ്ങനെ ഓരോന്നായിട്ട് പറയുന്നത് എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അറിയില്ല ഗൈസ്. എനിക്ക് തോന്നുന്നുണ്ട് ഇനിയിപ്പോ പിന്നെ സുധിയുടെ ഇൻഷുറൻസ് പൈസയൊക്കെ കിട്ടാറായിട്ടുണ്ടാവും. അതുകൊണ്ടായിരിക്കും രേണു ഇങ്ങനെ കല്യാണം കഴിച്ചിട്ടുണ്ട് രേണു സുധിയെ കല്യാണം കഴിച്ച കാര്യം വീണ്ടും ഇങ്ങനെ എടുത്തിടുന്നത് എന്താണെന്നോ. അന്നേരം ആരായിരുന്നു കൂടെ ഉള്ളത്? സുധിച്ചേട്ടൻ. എന്റെ ഭർത്താവിനെ അനുസരിക്കുന്ന ഒരു ഭാര്യയാണ് ഞാൻ. അദ്ദേഹമാണ് പറഞ്ഞത് കഴുത്തിൽ മിന്നു കെട്ടാത്ത കല്യാണമായിരുന്നല്ലോ മുന്നേ ഉള്ളത്, ആ കല്യാണം തന്നെയായിരുന്നു. അതുപോലെ രജിസ്റ്റർ മാരേജും എന്റെ പേരിൽ ആ ആളുടെ പേര് വെച്ചിട്ട്. അതായത് ഇതിപ്പോ റീസെന്റ് ആയിട്ടുള്ള ഇന്റർവ്യൂസാ. ഇപ്പൊ സമ്മതിക്കുന്നുണ്ട് മിന്നു കെട്ടിയിട്ടില്ല, രജിസ്റ്റർ ചെയ്തിട്ടില്ല, പക്ഷേ കല്യാണം കഴിച്ചിട്ടുണ്ടെന്ന്. പക്ഷെ ആദ്യത്തെ വീഡിയോയിലൊന്നും രേണു സമ്മതിച്ചിട്ടേ ഇല്ല കല്യാണം കഴിച്ചു എന്നുള്ളത്. ഈ ഒരു വീഡിയോസ് എല്ലാം ഇപ്പൊ രേണുവിന്റെ അക്കൗണ്ടിൽ ഇങ്ങനെ ഇട്ടുകൊണ്ടേയിരിക്കുവാണ്. എന്തിനാണോ എന്തോ. ഞാൻ നേരത്തെ പറഞ്ഞ കണക്ക് ഇൻഷുറൻസിന്റെ ഇതിന് വേണ്ടിയിട്ടായിരിക്കും. ஏன் இப்படி முகமெல்லாம் வேர்த்து கொட்டுறது? எனக்கு தெரியல. அச்சோ, ஏன் இப்படி கையெல்லாம் படபடன்னு நடுங்கிறது? எனக்கு தெரியல. റീൽസ് ആയിരുന്നു. ഞാൻ വിചാരിച്ചു എന്താണ് ഇതെന്ന്. ഈ ഒരു സ്റ്റെപ്പ് മാത്രമേ രേണുവിനെ അറിയത്തുള്ളൂ. അതായത് രേണു ഏത് റീൽസ് എടുത്താലും രേണുവിന്റെ സ്റ്റെപ്പ് ഇതാണ് ഗൈസ്. ഞാൻ ആദ്യം വിചാരിച്ചു എന്താണ് ഈ സംഗതി ഇങ്ങനെയൊക്കെ എടുക്കുകയൊക്കെ ചെയ്തതെന്ന്. പിന്നീടാണ് എനിക്ക് കത്തിയത് റീൽസ് ആണെന്ന്. എന്റെ ദൈവമേ, നിങ്ങൾ പറയൂ എങ്ങനെയുണ്ടെന്ന്. ഞാൻ എന്റെ അഭിപ്രായം പറയട്ടെ, ഒട്ടും കൊള്ളത്തില്ല. ഇനി നിങ്ങളുടെ അഭിപ്രായം പറയൂ. ഞാൻ കൊള്ളാവുന്ന കാര്യം കൊള്ളാം എന്ന് തന്നെ പറയുന്നുണ്ട്. ഇല്ല, എനിക്ക് തോന്നുന്നത്, ഇത് എനിക്ക് മാത്രമായിട്ട് തോന്നുന്നതാണ്. നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഓരോരോ അഭിപ്രായങ്ങളായിരിക്കും, ഓരോരോ ഇഷ്ടങ്ങളായിരിക്കും. നിങ്ങളുടെ ഇഷ്ടം ചിലപ്പോൾ വേറെ ആയിരിക്കും. ഇത് എന്റെ ഇഷ്ടം മാത്രമാണ്. എന്റെ ഇഷ്ടം മാത്രം, എന്നെ സംബന്ധിക്കുന്ന കാര്യം മാത്രമാണ് ഞാൻ പറഞ്ഞത്. ഡാൻസ് ആയാലും ഈ ഒരു മേക്കപ്പ് ആയാലും ഈ ഒരു ലുക്ക് ആയാലും കൊള്ളില്ല ഗൈസ്.
രേണു ഇങ്ങനെ കോരിക്കുമ്പോൾ രേണു വിചാരിക്കുന്നത് അങ്ങ് അതീവ സുന്ദരിയാണെന്ന്. പക്ഷെ നേരത്തെ കാണിച്ചേ ദേ ഈ ഒരു ഫോട്ടോയിലുള്ള രേണു എനിക്കിഷ്ടം. രേണുവിനെ കുറച്ചുകൂടെ ഒക്കെ മുഖത്തിനൊക്കെ ഒരു ഗ്ലോ ഉണ്ട്, മുഖം കുറച്ചുകൂടെ നല്ല ഇതായിട്ടിരിക്കുന്നുണ്ട് അല്ലേ അല്ലേ? നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? അങ്ങനെ തോന്നുന്നുണ്ടെങ്കിൽ ഒന്ന് പറയണേ, എനിക്ക് അങ്ങനെ തോന്നുന്നുണ്ട്. ഓക്കെ, ഇനി നമുക്ക് രേണു എന്താണ് പറയുന്നത് കേൾക്കാം. 3 സിനിമ ചെയ്തല്ലോ, അത് ഓൾറെഡി റണ്ണിങ്ങിലാണ്. എനിക്കൊന്ന് ഇറങ്ങാനായെന്ന് തോന്നുന്നു. മാനേജർക്ക് അറിയത്തുള്ളൂ, ഞാൻ അങ്ങനെ പുറത്ത് പറയാറില്ല. ലക്ഷങ്ങളാകാറായി, ഇപ്പൊ ഇത്രയും ഫേമസ് ആയില്ല. അതുമല്ല സിനിമ നടിയല്ലേ, അതുകൊണ്ട് ലക്ഷങ്ങളാണ് പേയ്മെന്റ്. 3 സിനിമയിൽ അഭിനയിച്ചു, 3 സിനിമ ഇറങ്ങിയെന്ന് പറയുന്നു. 3 സിനിമയിൽ ഇറങ്ങിയത് ഞാൻ കണ്ടില്ല. ലക്ഷങ്ങളാണ് പേയ്മെന്റ് മേടിക്കുന്നത്. ഞാൻ ഇത്രയും ഫേമസ് അല്ലേ, അപ്പൊ ലക്ഷങ്ങളാണ് ഞാൻ പ്രതിഫലം വാങ്ങുന്നതെന്ന് പറയും. ഇത്രയും ലക്ഷങ്ങള് പ്രതിഫലം വാങ്ങുന്നു, അത് മാനേജർക്കേ അറിയത്തുള്ളൂ, എനിക്കൊന്നും അറിയത്തില്ല. അപ്പൊ ഇത്രയും ലക്ഷങ്ങൾ പേയ്മെന്റ് മേടിച്ചിട്ടും കടക്കാര് ഇപ്പോഴും ഫോൺ ചെയ്യുന്നുണ്ട്. ഈ കടക്കാരുടെ കടങ്ങളൊക്കെ കൊടുത്ത് തീർത്തൂടെ? ലക്ഷങ്ങൾ പേയ്മെന്റ് മേടിക്കുന്ന ആള് ഒരു സിനിമയിൽ നിന്ന് കിട്ടുന്ന പൈസ മതിയായിരിക്കുമല്ലോ രേണുവിന്റെ കടങ്ങളൊക്കെ തീർക്കാനായിട്ട്, അത് കൊടുത്ത് തീർത്തൂടെ? പിന്നെ എന്തിനാണ് ഈ കടക്കാരെ കൊണ്ട് ഇങ്ങനെ വെറുതെ ഓരോന്ന് പറയിപ്പിക്കുന്നത്? എന്താ ഇപ്പൊ ഫോൺ ചെയ്ത് ഇപ്പൊ ഒരു നമ്മുടെ ഷഫീന ബീബിയുടെ ചാനലില് ഇപ്പൊ രേണുവിന് കടം കൊടുത്ത ഒരാള് വിളിച്ചിട്ട് പറഞ്ഞില്ലേ, രേണുവിന് പൈസ ചോദിച്ചു, പൈസ ചോദിക്കുമ്പോൾ ചീത്ത വിളിക്കുകയാണ്, തെറി വിളിക്കുകയാണ് എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നല്ലോ. എന്തിനാണ് പിന്നെ ഇങ്ങനെ ഇവരെ കൊണ്ടൊക്കെ ഇങ്ങനെ ഇവരെയൊക്കെ ഇങ്ങനെ തെറി വിളിക്കുന്നതും ചീത്ത പറയുന്നതും ഒക്കെ? ലക്ഷങ്ങൾ പേയ്മെന്റ് മേടിക്കുന്നുണ്ടല്ലോ, അപ്പൊ ആ കടങ്ങളൊക്കെ കൊടുത്ത് തീർത്തൂടെ? അപ്പൊ പിന്നെ സമാധാനം ഉണ്ടാവുമല്ലോ. ഇങ്ങനെ സോഷ്യൽ മീഡിയയിൽ മൊത്തം ഞാൻ ലക്ഷങ്ങളാണ് പ്രതിഫലം മേടിക്കുന്നത്, ഞാൻ വലിയൊരു സെലിബ്രിറ്റി ആണ്, ഞാൻ ഭയങ്കര കോസ്റ്റ്ലി ആണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നടക്കുന്ന ആൾക്ക് ഈ മേടിച്ച രേണുവിന്റെ ഭർത്താവും കൂടെ അല്ലേ കടം മേടിച്ചത്, ആ കടങ്ങളൊക്കെ കൊടുത്ത് തീർത്തൂടെ? അവരുടെ വായ കടപ്പിച്ചൂടെ? രേണു, ഈ ചെരുപ്പിനും കാറിനും ഉള്ള ആരാധകർ കൂടിക്കൂടി വരുവാണോ? അതെ, തീർച്ചയായിട്ടും കൂടിക്കൂടി വരിക. അതെ. അതെന്താ രേണുവിന്റെ കാലിന് ഇത്ര പ്രത്യേകത? കമന്റ് വരുന്ന കോഴിക്കാലെന്നൊക്കെയാ വരുന്നത്. കമന്റ് വരുന്നത് അവന്മാർക്ക് എന്റെ അത്ര കാല് കിട്ടാത്തതിന്റെ അസൂയാണ്, അസൂയാണ്. എന്തിനാണാവോ രേണുവിന്റെ കാല് കിട്ടാത്തതിന്റെ അസൂയ കൊണ്ടാണ് കമന്റിൽ കോഴിക്കാലെന്ന് ഇടുന്നതെന്ന്. അപ്പൊ ഞാനിടും കോഴിക്കാലെന്ന്. എനിക്കെന്താ അവളെ കാല് കിട്ടാഞ്ഞിട്ടുള്ള അസൂയ? എനിക്കെന്തിനാ അവളെ കാല്, അല്ലെങ്കിൽ ആർക്കെന്തിനാ കാലെന്തിനാ? അങ്ങനെയുള്ള കുറെ ഞരമ്പന്മാരുണ്ടാവുമായിരിക്കും രേണുവിന്റെ കാലിന് വേണ്ടിയിട്ട് നടക്കുന്നത്. പക്ഷെ എല്ലാവരും ആ കൂട്ടത്തിൽ കൂട്ടരുത്. ഈ കമന്റ് ഇടുന്ന ആൾക്കാരെല്ലാം കാല് കിട്ടാത്തതുകൊണ്ടാണ് കോഴിക്കാലെന്നൊക്കെ പറഞ്ഞിട്ട് കമന്റ് ഇടുന്നതെന്ന് വിചാരിക്കരുത്. സത്യത്തിൽ അങ്ങനെ തന്നെയാണ് അതുകൊണ്ടായിരുന്നു. അല്ലേ ഇത് നേരത്തെ ഉള്ള ഒരു വീഡിയോ ആണ്. ഇപ്പം അക്കൗണ്ടിൽ ഇപ്പൊ രേണുവിന്റെ അക്കൗണ്ടിൽ വന്ന വീഡിയോകളാണ് ഇതെല്ലാം. ഈ വീഡിയോകളൊന്നും അധികം ആരും എടുത്ത് അങ്ങനെ റിയാക്ഷൻ ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടില്ല, അതുകൊണ്ടാണ് ഞാൻ എടുത്തത്. എന്തായാലും നെഗറ്റീവ് കമന്റ്സ് ഇടുന്നവര് 299 രൂപയ്ക്ക് റീചാർജ് ചെയ്ത് അവരിരുന്ന് നെഗറ്റീവ് കമന്റ്സ് ഇടും. രേണു സുധി ദുബായിലെ, UK-ലെ, അമേരിക്കയിലെ, റാസൽ ഗെയിമിലെ, ബഹ്റൈനിലെ പറന്ന് നടക്കും. അത്രേ ഉള്ളൂ, അതേ എനിക്ക് പറയാനുള്ളൂ. അല്ലാണ്ട് പൈസ ഉണ്ടാക്കും വേറൊന്നുമില്ല. ആൽബങ്ങൾ ചെയ്ത് 14-15ഓളം ആൽബം അഭിനയിച്ചു, എല്ലാം സൂപ്പർ ഹിറ്റ്. ഇതിപ്പോ പറഞ്ഞതല്ല, ഇത് നേരത്തെ പണ്ട് പറഞ്ഞതാണ്. അഹങ്കാരം മൂത്ത് നിൽക്കുന്ന സമയത്ത് പറഞ്ഞതാണ്. റീചാർജ് ചെയ്യുന്നവര് എന്നെ കുറ്റം പറഞ്ഞുകൊണ്ടും നെഗറ്റീവ് കമന്റ് ഇട്ടുകൊണ്ടും ഇരിക്കും. പക്ഷെ ഞാൻ ഇങ്ങനെ ദുബായിലും അവിടെ ഇവിടെയൊക്കെ കറങ്ങി നടക്കും. 10-15 ആൽബങ്ങൾ അഭിനയിച്ചിട്ടുണ്ട്. ആൽബങ്ങളെല്ലാം സൂപ്പർ ഹിറ്റ് ആണെന്ന് ഞങ്ങളൊന്നും കണ്ടിട്ടില്ലേ സൂപ്പർ ഹിറ്റ് ആയിട്ടുള്ള ആൽബങ്ങളൊക്കെ. ഇത് പണ്ട് പറഞ്ഞ കാര്യമാണ്, ഇപ്പോഴത്തെ കാര്യമല്ല ഗൈസ്. ഇപ്പോഴത്തെ കാര്യം കേൾക്കണോ? ഇപ്പോ ഏതെങ്കിലും തുണിക്കടയിൽ ജോലിക്ക് പോകാനായിട്ട് നിൽക്കുവാണ് നമ്മുടെ രേണു ചേച്ചി. കേൾക്കണോ? ആയിട്ട് പോകുന്ന വെച്ചാൽ ഒരു സെലിബ്രിറ്റി ആയിട്ടുള്ള ഒരാള് അവരുടെ സെലിബ്രിറ്റി കുറച്ച് ഡൗൺ ആയാലും അവർ സെയിൽസിലോട്ട് പോയാൽ മുമ്പത്തെ സെലിബ്രിറ്റി എന്നുള്ള കാര്യം ഒരു പ്രശ്നത്തില്ല പറഞ്ഞത്. അപ്പൊ ഞാൻ ഡൗൺ ആയിട്ട് നിൽക്കുമല്ലോ, വേറെ ഒന്നുമല്ല, കുറച്ച് പ്രോഗ്രാമുള്ള ആ ഡൗൺ, അല്ലാതെ വേറെ ഡൗൺ ഒന്നുമില്ല. അപ്പം ഇനിയിപ്പോ ഒട്ടും ഒന്നും ഇല്ലെങ്കിൽ ഇതിന്റെ ജോലിയായിട്ട് ഞാൻ സ്വീകരിക്കുന്നു. പാഷൻ ഇപ്പോഴാണ് ഇത് ജോലിയായിട്ട് സ്വീകരിക്കുന്നത്. പക്ഷെ ഡൗൺ ആയാലും അല്ലെങ്കിൽ എനിക്കിത് ഒരിക്കലും ഇനി ഈ ഒരു സെലിബ്രിറ്റി അല്ലെങ്കിൽ ഈ ഒരു ഈ ജോലി കിട്ടിയെങ്കിൽ വേറെ ജോലിക്ക് പോകുന്നത് പറഞ്ഞു എന്തായാലും അന്തസ്സായിട്ട് സെലിബ്രിറ്റി ആണല്ലോ. കേട്ടല്ലോ, ആ നേരത്തെ പറഞ്ഞ ആ ഒരു അഹങ്കാര ഭാവവും ആ ഒരു സംസാരത്തിന്റെ സ്റ്റൈലും ഒന്നും ഈ പറഞ്ഞതില് ഇല്ല. ഞാനിപ്പോ കുറച്ച് ഡൗൺ ആണ്. അന്ന് ഭയങ്കര ഹൈപ്പില് നിന്ന സമയത്തുള്ളതായിരുന്നു അന്ന് പറഞ്ഞത്. പക്ഷെ ഇപ്പൊ ഈ പറയുന്നത് ഇപ്പോ ഡൗൺ ആണ്, എനിക്ക് മറ്റൊരു ജോലിയും കിട്ടിയില്ലെങ്കിൽ ഞാൻ ഇതൊക്കെ തന്നെ ചെയ്യും, എന്നാലും ഞാൻ അന്തസ്സായിട്ട് ജീവിക്കും. ഇതാണ് അന്തസ്. കേക്കാം, കുറച്ചുകൂടെ കേക്കാം. ആൽബങ്ങളൊക്കെ ചെയ്യുന്നത് എന്തെങ്കിലും തരത്തിലുള്ള വിവാദങ്ങൾ ആരൊക്കെ കുത്തിപ്പൊക്കെ ഉണ്ടാക്കുന്നല്ലോ. അത് എന്നെ വീട്ടിലിരുത്തണം, എനിക്ക് ഒരു വരുമാനം കിട്ടരുത് എന്ന് താറുമാറാക്കാൻ വേണ്ടിയിട്ട് നടക്കുന്ന കുറച്ച് പേരാണ്. അവർ കഠിന പരിശ്രമം ചെയ്യുന്നുണ്ട്. പക്ഷെ എന്തോട് ചെയ്യുമ്പോൾ തന്നെ കുറച്ച് ആൾക്കാരും സുധിച്ചേട്ടൻ്റെ അനുഗ്രഹം ഉണ്ടെങ്കിൽ ഞാൻ ഈ ഫീൽഡിൽ തന്നെ നിന്നിട്ട്, ഇനി ഈ ഫീൽഡൊന്നും ഇല്ലെങ്കിൽ പോലും ഞാൻ ഏതെങ്കിലും കടയിൽ പോയിട്ട് ആണെങ്കിലും സേഫ് ആയിട്ട് നിന്നാണെങ്കിൽ എന്തെങ്കിലും ജോലി ചെയ്താൽ ഇല്ലെങ്കിൽ പോലും ഇല്ലെങ്കിൽ ഞാൻ എടുത്ത് പറയുന്നത് ഇതിപ്പോൾ എനിക്ക് സന്തോഷമായിട്ടുള്ള ജോലിയാണ്. ഈ ജോലി ഇല്ലെങ്കിൽ ഞാൻ വേറെ ജോലി ചെയ്യും. ഏതെങ്കിലും കടയിൽ പോയി നിന്ന് സെയിൽസ് ഗേളായിട്ട് നിന്നിട്ടായാലും ഞാൻ ജീവിക്കും.
എന്നാ പിന്നെ അങ്ങനെ അന്തസ്സായിട്ട് ജീവിച്ചാൽ പോരായിരുന്നു. ഈ കോപ്രായങ്ങളൊന്നും കാണിക്കേണ്ട കാര്യമില്ലായിരുന്നല്ലോ നാട്ടുകാരെ കൊണ്ട് പറയിപ്പിക്കാനായിട്ട്. അല്ലേ? പറയുന്നത് കേട്ടില്ലേ? എന്റെ ആൽബങ്ങളിൽ അഭിനയിക്കുന്നതെല്ലാം ഓരോരുത്തർ കുത്തിപ്പൊക്കുന്നു എന്ന് പറഞ്ഞപ്പോ പറയുന്നത് കേട്ടില്ലേ? അത് എനിക്ക് പൈസ കിട്ടാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. സുധിച്ചേട്ടന്റെ അനുഗ്രഹവും ഉണ്ടെങ്കിൽ സുധിച്ചേട്ടൻ അവിടെ പരലോകത്തിരുന്ന് കരയുമായിരിക്കും. ഇവൾ എന്തൊക്കെയാ ഈ കാണിച്ചു കൂട്ടുന്നത്, ഇവൾ എന്തൊക്കെയാ എന്റെ പേര് ചീത്തയാക്കിയല്ലോ എന്ന് പറഞ്ഞിട്ട് പരലോകത്തിരുന്ന് കരയുമായിരിക്കും ഇപ്പൊ. എന്നിട്ട് പറയുന്നുണ്ടല്ലേ, സുധിച്ചേട്ടന്റെ അനുഗ്രഹം ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ ഇങ്ങനെ തന്നെ പോയി കേട്ടോ, താഴെ വീണു. ഇപ്പം അധികം പ്രോഗ്രാം ഇല്ല, ഇപ്പൊ ആരും ഉദ്ഘാടനത്തിന് വിളിക്കുന്നില്ല, ഇപ്പൊ ആരും പിന്നെ ഇത് കളിഷാപ്പൊന്നും ഉദ്ഘാടനത്തിന് വിളിക്കുന്നില്ല, റെസ്റ്റോറന്റ് ഉദ്ഘാടനത്തിന് വിളിക്കുന്നില്ല, ഇപ്പൊ ഗൾഫിലേക്കൊന്നും പോകാൻ പറ്റുന്നില്ല, അതേ കണക്ക് തന്നെ ഇപ്പം ഒന്നിനും പറ്റുന്നില്ല. ഇപ്പൊ ആൽബംസ് പോലും ഇല്ല. പറയുന്നത് കേട്ടില്ലേ, ഡൗൺ ആണ്. ഞാൻ പറഞ്ഞതല്ല കേട്ടോ, രേണു തന്നെ പറഞ്ഞതാ. ഞാൻ ഡൗൺ ആണ്. ഇപ്പോ എനിക്ക് മറ്റൊരു ജോലിയും കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ ഞാൻ ഏതെങ്കിലും കടയിൽ സെയിൽസ് ഗേൾ ആയിട്ട് പോയി നിന്നിട്ടായാലും ജീവിക്കുന്നു. അന്തസ്, അതാണ് അന്തസ്. അങ്ങനെ ജീവിക്കണം, അന്തസ്സായിട്ട് ജീവിക്കണം. എന്നാലും പക്ഷേ സെയിൽസ് ഗേളായിട്ടൊന്നും പോയി നിൽക്കേണ്ട കാര്യമൊന്നുമില്ല. അന്തസ്സായിട്ട് നിന്നപ്പോ യൂട്യൂബിൽ ഞാൻ എന്റെ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞതാ, യൂട്യൂബിലൊക്കെ നല്ലതുപോലെ വീഡിയോസ് കിട്ടാൻ നല്ല അന്തസ്സായിട്ട് ജീവിക്കാം. സെയിൽസ് ഗേളായിട്ടൊന്നും എങ്ങും പോയി നിൽക്കേണ്ടെന്ന് ഒരു കാര്യവും ഇല്ല. എല്ലാ കാര്യങ്ങളും അറിയാൻ ഫ്രണ്ട്സിനെ പോലും ഞാൻ ഇന്ന് വിളിക്കാറില്ല. വല്ലപ്പോഴും കാണുമ്പോൾ ഭയങ്കര സ്നേഹമായിരുന്നു, പക്ഷെ ഞാൻ ഫോൺ ചെയ്യാറില്ല ആരോടും. എൻ്റെ ഏറ്റവും ഇഷ്ടമായിട്ട് എന്നെ കൊണ്ടുനടക്കുന്ന കരിഷ്മ, അതായത് കൊണ്ടുനടക്കുന്ന മീൻസ് എൻ്റെ മാനേജറായിട്ട് എൻ്റെ കൂടെ ഉള്ള ബെസ്റ്റ് ഫ്രണ്ടായിട്ട് കൂടെയുള്ള കരിഷ്മയെ പോലും 5 മിനിറ്റ് കൂടുതൽ ഫോൺ സംസാരിക്കും. കാര്യം പറയും, സംസാരിക്കും. കാണുമ്പോൾ എന്നാൽ വളരെ സ്നേഹമാണ്. ഫോണിൽ കൂടെ സ്നേഹമില്ലെന്നല്ല, വളരെ സ്നേഹമാണ്. ഞാൻ എല്ലാ കാര്യത്തിലും നല്ല കാര്യങ്ങളിലെല്ലാം എല്ലാത്തിനും എന്നെ കൈപിടിച്ച് മുന്നോട്ട് നയിക്കുന്ന എൻ്റെ മാനേജർ തന്നെയാണ്. അതെ ഗൈസ്, കരീഷ്മയെ കൈവിട്ടു. കരീഷ്മ ഇപ്പോ രേണുവിന് ആ ഒരു ഇത് എന്തായത് ഒരു സെലിബ്രിറ്റി ഒരു ഇതും അതേ കണക്ക് തന്നെ വലിയ പ്രോഗ്രാംസോ ആൽബംസോ ഒന്നും ഇല്ല, പൈസയുടെ വരുമാനം ഒന്നും ഇല്ല. ആ ഒരു സെലിബ്രിറ്റി ആ ഒരു ഇതിൽ നിന്നും കുറച്ച് താഴ്ന്നിട്ടുണ്ടെന്ന് അറിഞ്ഞപ്പോ മാനേജരും കൈവിട്ടു എന്നാണ് കേൾക്കുന്നത്. ഇപ്പൊ മാനേജരും പല തരത്തിലും ഇവളുടെ അതായത് രേണുവിന്റെ നെഗറ്റീവാണ് പറയുന്നതെന്നാണ് ഇപ്പൊ കേൾക്കുന്നത്. നമുക്ക് പോകെ അറിയാം. ഞാൻ അതിനെക്കുറിച്ച് അടുത്ത ഒരു വീഡിയോ ചെയ്യാം. രേണുവിന്റെ മാനേജർ എന്തൊക്കെ കാര്യങ്ങളാണ് രേണുവിനെ കുറിച്ച് പറഞ്ഞതെന്നുള്ളതിന്റെ. ഇതിപ്പോ പറയുന്ന കേട്ടില്ലേ, ഞാൻ എന്റെ മാനേജർ എന്നെ കൊണ്ട് നടക്കുന്ന, എനിക്ക് എല്ലാം ചെയ്തു തരുന്ന, എന്നെ എനിക്ക് പ്രോഗ്രാം ഒക്കെ പിടിച്ചു തരുന്ന, എന്നെ എല്ലാ തരത്തിലും എന്നെ കൊണ്ട് നടക്കുന്ന മാനേജറോട് പോലും ഒരുപാട് സമയം ഞാൻ ഫോണിൽ സംസാരിക്കില്ല എന്ന്. ഇതിപ്പോ ചോദിച്ചിട്ടുണ്ടാവും, ഹിച്ചുവിനെ ഫോൺ ചെയ്ത് സംസാരിക്കുന്നില്ല എന്ന് ചോദിച്ചിട്ടുണ്ടാവും, അല്ലെങ്കിൽ സുധിയുടെ വീട്ടുകാരെ ഫോൺ ചെയ്ത് സംസാരിക്കാത്ത കാര്യം ചോദിച്ചപ്പോ ഉള്ള മറുപടിയാണിത്. എന്റെ മാനേജറോട് പോലും ഞാൻ അധിക സമയം സംസാരിക്കാറില്ല. എനിക്ക് എല്ലാമായ എന്റെ ചങ്കും കരളുമായ എന്റെ മാനേജറോട് പോലും ഞാൻ അധികം സംസാരിക്കാറില്ല. പിന്നെ ഞാൻ എങ്ങനെയാണ് മറ്റുള്ളവരോട് സംസാരിക്കുന്നത് എന്നാണ് നമ്മുടെ രേണു പറയുന്നത്. അപ്പൊ ഇതൊക്കെയാണ് ഗൈസ് രേണുവിന്റെ പുതിയ വിശേഷങ്ങൾ. ഇപ്പൊ പഴയത് കണക്കുള്ള സെലിബ്രിറ്റി ആയിട്ടുള്ള ഒരു ഹൈപ്പോ അല്ലെങ്കിൽ ആ ഒരു പ്രോഗ്രാംസുകളോ ആൽബംസോ ഒന്നും ഇല്ല. ഇപ്പൊ വീട്ടിൽ കുത്തിയിരുന്ന് ഇങ്ങനെ ഡാൻസ് കളിയാണ് ഇപ്പോഴത്തെ മെയിൻ പരിപാടി. അപ്പോ ഇനിയിപ്പോ വീണ്ടും എന്തെങ്കിലുമൊക്കെ വിവാദങ്ങളൊക്കെ ഉണ്ടാക്കും. കാരണം രേണുവിന് ഇങ്ങനെ ഒരു സോഷ്യൽ മീഡിയയിൽ എപ്പോഴും ഇങ്ങനെ നിറഞ്ഞു നിൽക്കണം. അതില്ലാന്ന് വരുമ്പോ എന്തെങ്കിലും വമ്പൻ ടെസ്റ്റ് കൊണ്ടുവരും രേണു തന്നെ. ഇനിയിപ്പോ കൊണ്ടുവരും, നോക്കാം നമുക്ക് എന്തായാലും. അപ്പോ നമുക്ക് അടുത്ത വീഡിയോയിൽ രേണുവിന്റെ മറ്റു വിശേഷങ്ങളായിട്ട് കാണുന്നത് വരെ എല്ലാവർക്കും ബൈ ബൈ. അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയാൻ മറക്കല്ലേ.